ഗൈസ് ബബ്ബ ട്രെയിലർ റിയാക്ഷൻ. ട്രെയിലർ കാണുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു ഹാഷ്ടാഗിനോടും യോജിപ്പില്ല. അവൻ്റെ ഒപ്പം അവൾക്കൊപ്പം എന്നുള്ള ഒരു സാധനത്തിനോടും എനിക്കൊരിതില്ല. കേസ് എന്തോ ആവട്ടെ, കേസ് അതിൻ്റെ വഴിക്ക് പോയി, അതിൻ്റെ വിധി വന്നു, അതിൻ്റെ പല പല കാരണങ്ങളുണ്ടാവാം, പല പല കാര്യങ്ങളുണ്ടാവാം, കുറേ കോൺസ്പിറസി തിയറീസ് ഉണ്ടാവാം. എന്തെങ്കിലുമൊക്കെ അവര് കേസ് തെളിയില്ലല്ലോ. ഒരാൾ കുറ്റവിമുക്തനാവണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അമ്മാതിരി കളി കളിക്കേണ്ടി. എന്തെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കേസിനെ പറ്റിയത് ഒരു കാര്യമോ, ഇന്ന ആക്ടറിന്റെ പേഴ്സണൽ ലൈഫ് എന്താണ്, പുള്ളി എന്താണ് ചെയ്തത്, എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്, എന്ത് പറ്റി പുള്ളിക്ക്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കുറെ ഉണ്ടെങ്കിലും എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാനാണെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു നടന്റെ പേഴ്സണൽ ലൈഫ് അല്ല, ഞാൻ പുള്ളിയെ ഒരു ആക്ടറായിട്ടേ കണ്ടിട്ടുള്ളൂ, അങ്ങനെ ഇപ്പോഴും കാണുന്നുള്ളൂ. അതിന്റെ പേരിൽ മാത്രമേ സിനിമകൾ കാണാറുള്ളൂ. അല്ലാതെ ഇവരാരും എൻ്റെ മറ്റേ മാമനോ മാമിയോ മച്ചാനോ ഒന്നും അല്ല, ഇവരൊന്നും അല്ല എനിക്ക് ഉരുട്ടി തരുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ അത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി ഗൈസ്, വേറെ ഒന്നുമില്ല. ചുമ്മാ ഒന്ന് പറയണമെന്ന് തോന്നി. ഈ ട്രെയിലർ കാണുന്നതിന് മുമ്പ് ഈ കാര്യം ഒന്ന് എടുത്ത് പറയണമെന്ന് തോന്നി. അപ്പോൾ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ നമുക്ക് കണ്ടു നോക്കാം. 18-ാം തീയതിയാണ് റിലീസ്. 1 മിനിറ്റ് 49 സെക്കൻഡിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. കണ്ടു നോക്കാം. നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിലെ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയ പോലെ I will take you to the miraculous universe of the most wanted person you are searching for. വീണ്ടും സന്ധിക്കവരയ്ക്കും വണക്കം. എന്റെ സാധാരണക്കാരൻ. അതായത് ഈ സാധാരണക്കാരൻ അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും എല്ലാവരും ഉണ്ട്. ദേവൻ ചേട്ടായി, അശോകൻ ചേട്ടായി, എല്ലാവരുടെയും കണ്ണുകളിൽ മിന്നി മിന്നി തിളങ്ങുന്നു. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാത്തിരുന്നു. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സാൻഡി മാസ്റ്റർ. സത്യം തൻ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ ഓ അല്ല ബ്രോ, വൈ ബ്രോ? എടാ എന്തിനാണ് അത് ടീസ് ചെയ്തത്? എന്ത് കാര്യം ഇരിക്കണം നിങ്ങക്ക്? അയ്യോ ഷോ മച്ചാനെ, ധനഞ്ജയ് ശങ്കർ. ഇത് ആരുടെ ട്രെയിലർ കട്ട് ചെയ്തത്? എന്റെ ദൈവമേ. ധനഞ്ജയ് ശങ്കർ റിട്ടൺ ബൈ ഫഹീം സഫർ, നൂറിൻ ഷെറീഫ്, ഭർത്താവും ഭാര്യയും. അർമോ DOP ഷാൻ റഹ്മാൻ, ഗോപി സുന്ദർ, എഡിറ്റർ രഞ്ജൻ അബ്രഹാം. ട്രെയിലർ കട്ട് ആരാണ്? ട്രെയിലർ കട്ട്സ് AG. എടാ എന്തിനാടാ അത് ടീസ് ചെയ്യാൻ പോയത്? ആ ലുക്ക് എന്തിനാ നിങ്ങൾ കാണിക്കാൻ പോയത്? എന്ത് കാര്യം ഇരുന്നു അവിടെ? ആ കാലിന്റെ ഞാൻ കണ്ടുവന്നപ്പോ കാലിന്റെ ഇത് തോളി ധരിച്ചത് ആ ഒരു നമുക്കൊരു എന്താ പറയാ, ഒരു ചെറിയൊരു സാധനം കാണിച്ചിട്ട് അവിടെ വിട്ടാൽ മതിയായിരുന്നു. ചുമ്മാ അതിനെ കൊണ്ട് ടീസ് ചെയ്ത് ആ ഡാൻസിന്റെ മോഷനും. എനിവേ സിനിമ കാണുന്നതാണ്. ഡിസംബർ 18-ാം തീയതി. കൊള്ളാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ് എന്നല്ലേ പറയണേ? മാഡ്നസ് തന്നെയാണ്. പുള്ളിക്ക് വട്ടാണ് തോന്നുന്നത്. പുള്ളി മറ്റേ ചായ ഗ്ലാസ്സൊക്കെ എടുത്ത് പോക്കറ്റിട്ടോണ്ട് നടപ്പുണ്ടായിരുന്നു. എനിവേ ഫിംഗേഴ്സ് ക്രോസ്ഡ് ഈ പടമെങ്കിലും നന്നാവട്ടെ. അടുത്ത ആഴ്ച കാണാം. പക്ഷെ ലാലേട്ടനെ ടീസ് ചെയ്യണ്ടായിരുന്നതേ. എന്തിനായിരുന്നു അത്?